പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ കടങ്ങളും ദാരിദ്ര്യവും മാറി ഐശ്വര്യം വർദ്ധിക്കുവാനായി ഒരു ഉപായം പറഞ്ഞു തരാം. പൊതുവെ അമ്മയെ പുകഴ്ത്തുന്നതിനേക്കാൾ അമ്മയുടെ കുഞ്ഞിനെ ലാളിച്ചാൽ മാതൃഹൃദയം സന്തുഷ്ടമായി നന്മകൾ പ്രദാനം ചെയ്യും. അത്തരത്തിൽ ഭൂമിദേവിയുടെ പുത്രനായ ചൊവ്വയെ സ്തുതിച്ചാൽ ഭൂമിദേവി സന്തുഷ്ടയായി ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നു എന്നാണ് വിശ്വാസം. മുരുകൻ്റെ അംശമായ ചൊവ്വ മംഗളങ്ങളെല്ലാം നൽകുന്നതിനാൽ ചൊവ്വയ്ക്ക് മംഗളൻ എന്ന പേരുമുണ്ട്. രക്തബന്ധങ്ങളുടെ ഐക്യത്തിൽ ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിനും കാരണഭൂതൻ ചൊവ്വയാണ്. ചൊവ്വയെ ആരാധിക്കുവാൻ അനുയോജ്യമായ ശങ്കരാചാര്യരാൽ ഉപദേശിക്കപ്പെട്ട ഋണമോചനം മംഗളസ്തോത്രം നിത്യം ചൊല്ലി ആരാധിച്ചാൽ കടങ്ങളിൽ നിന്നും മോചനം നേടാം എന്നതിനു പുറമെ കാർഷികമായ സമൃദ്ധിയും സഹോദര ഐക്യവും ആരോഗ്യവും മനസ്സിന് ആനന്ദവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ലോകസമൃദ്ധിക്കും ഐശ്വര്യപ്രദമായ ജീവിതത്തിനും നിസ്വാർത്ഥ ഭക്തിയോടെ ചൊല്ലേണ്ട സ്തുതിയാണ് ഋണമോചന മംഗളസ്തോത്രം. ഈ സ്തോത്രം ഉപാസിക്കുന്നവരിൽ അല്പം പോലും ഭൗതിക പീഡകൾ ഉണ്ടാവുന്നില്ല. മഹാഭാഗനായ അങ്കാരക, ഭക്തവത്സനായ അങ്ങയെ നമസ്കരിക്കുന്നു. എൻ്റെ എല്ലാ കടബാധ്യതകളും തീർത്തു തരൂ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉടൻ ഫലം ഉറപ്പാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചൊവ്വാദോഷമെന്നത് വളരെ ക്ലേശങ്ങളേകുന്ന ദോഷമായി കരുതുന്നു. വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ കാണുന്നത്. ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നു. അത്തരം ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ മനുഷ്യർ ഈ അങ്കാരകൻ്റെ സ്തോത്രം എപ്പോഴും പാരായണം ചെയ്യണം. എന്നാൽ യാതൊരുവിധ പീഡകളോ ദുഃഖങ്ങളോ ലവലേശമെടുക്കുകയില്ല. നീണ്ട കൈകളോടുകൂടിയവനും മഹാഭാഗ്യശാലിയും ആശ്രിതർക്ക് സ്നേഹിതനുമായ ചൊവ്വാദേവ നിന്നെ നമസ്കരിക്കുന്നു. ഋണമോചന മംഗളസ്തോത്രമെന്ന ഈ അങ്കാരക സ്തോത്രത്തിൽ 12 മഹാശക്തിയാർന്ന ശ്ലോകങ്ങളാണുള്ളത്. ഭൂമിയുടെ പുത്രനായ അങ്കാരകനെ ആരൊരുവൻ സ്തോത്രം ചെയ്യുന്നുവോ അവൻ്റെ ദാരിദ്ര്യവും രോഗവും മാറി സമൃദ്ധിയും സമ്പത്തും നേടുന്നു. മറ്റൊരു കുബേരനെ പോലെ സമ്പത്തിന് കുറവില്ലാതെ നല്ല യൗവന സ്വരൂപത്തോടെ പൂർണ്ണ ആരോഗ്യവനായി ഈ മന്ത്രങ്ങൾ സ്ഥിരമായി ഭജിച്ചാൽ ഫലം ലഭിക്കും. നിങ്ങളുടെ ജീവിത വിജയത്തിനായി ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പിന്തുടരുമല്ലോ. നമസ്കാരം.